നമസ്കാരം. സാക്ഷര കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന അറിവിൻ്റെ മഹത്വം വിളിച്ചോതി മറ്റൊരു വായനാദിനം കൂടി. മലയാളി വായനയുടെ സംസ്കാരം പഠിപ്പിച്ച ശ്രീ എൻ.പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. വായന നമുക്ക് പലർക്കും പലതരത്തിലുള്ള ഒരു അനുഭവമാണ്. ശ്രീകുമാരനാശാൻ, വള്ളത്തോൾ, ബഷീർ, ONV തുടങ്ങി കേരളത്തിൻ്റെ നിത്യവസന്തമായ എഴുത്തുകാരെയും ലോകത്തിലെ എല്ലാ എഴുത്തുകാരെയും നമുക്കിവിടെ സ്മരിക്കാം. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ശ്രീ എൻ.പണിക്കർ സാറിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വായനാ ദിനാഘോഷ പരിപാടികളിലേക്ക് ആരംഭിക്കാം. രാജർഷിയിലെ ഓരോ വിദ്യാർത്ഥിയെയും അഭിമാനത്തിൻ്റെ ഉത്തുംഗ ശൈലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ശ്രീ എൻ. ബാലഗോപാൽ അവറുകൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായി സ്ഥാനമേറ്റത്. അദ്ദേഹത്തിൻ്റെ ഉറച്ച ശബ്ദം ഇന്ന് നിയമസഭയിൽ മുഴങ്ങുമ്പോൾ അത് ഓരോ രാജർഷിൻ്റെയും ശബ്ദമായി മാറുന്നു. നമുക്ക് ഏറെ ബഹുമാനത്തോടുകൂടി ഈ വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാനായി സ്വാഗതം ചെയ്യാം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ എൻ. ബാലഗോപാൽ അവറുകളെ. രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കുന്ന വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞവരുടെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നന്നായി വായിക്കുവാനും കൂടുതൽ ലോകവിവരം നേടുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നതിലുള്ള അമിതമായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സ്കൂളിൽ വന്ന് നിങ്ങളെ നേരിൽ കാണുവാൻ കിട്ടുന്ന അവസരം ഞാൻ ഉപയോഗിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നേരിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. തൻ്റെ അധ്യാപന ജോലികൾക്കിടയിലും എഴുത്തുവഴികളെ ഗൗരവമായി സമീപിക്കുകയും എഴുത്ത് ലോകത്ത് തൻ്റേതായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിത്വമാണ് അടുത്തതായി നമ്മളോട് സംസാരിക്കുവാനെത്തുന്നത്. ശ്രീമതി രേഖ ആർ തങ്ങൾ, ടീച്ചർ, തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. AKSTU അധ്യാപകർക്കായി നടത്തിയ സംസ്ഥാനതല കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുകയും കവിക്കൂട്ടം, കാവ്യപത്മം എന്നീ പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ഈ വായനാ ദിനാഘോഷത്തിലേക്ക് ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒന്ന് കാണാനാവാതെ, മിണ്ടാനാവാതെ, പരസ്പരം കഥകൾ പങ്കുവയ്ക്കാനാവാതെ, ഉച്ചഭക്ഷണം പങ്കിടാനാവാതെ, ഒരു യാത്ര പോലും നടത്താനാവാതെ നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷത്തിലേറെയായി. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ മറികടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ കൂടിച്ചേരലും. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ ദിന പ്രതിജ്ഞ എടുക്കുകയും എൻ.പണിക്കർ സാർ മലയാളിയുടെ മനസ്സിൽ വായനയെ ഉറപ്പിച്ചതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മക്കളെ, ഞാൻ മക്കളോട് മാത്രമായിട്ടൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് അതുകൊണ്ട് മാത്രമായില്ല. ദിനാചരണങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളായി മാറുന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഡയറി മിൽക്ക് സിൽക്ക് നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമായത് എങ്ങനെയാണ്? അതിന് ഇത്ര മധുരമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞത് അതൊന്ന് നുണഞ്ഞു നോക്കിയപ്പോഴല്ലേ? മെറിബോയ് ഐസ്ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് വാങ്ങിത്തരാൻ നമ്മൾ ഇടയ്ക്കിടെ നിങ്ങൾ അച്ഛനമ്മമാരോട് വഴക്കിടാറുമുണ്ട്. അതിത്ര സുന്ദരമാണെന്ന്, ഇത്ര മധുരമുള്ളതാണെന്ന് നിങ്ങൾ അറിഞ്ഞത് അത് നിങ്ങൾ നുണഞ്ഞപ്പോഴാണ്. കുഞ്ഞുങ്ങളെ, അതുപോലെ അതിനേക്കാൾ മധുരമുള്ളതാണ് വായന. നിങ്ങൾ അതൊന്ന് ആസ്വദിച്ചാൽ, അതിൻ്റെ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായാൽ പിന്നെ നിങ്ങളെ ആരും നിർബന്ധിക്കേണ്ടതില്ല. നിങ്ങൾ ഐസ്ക്രീമിന് വഴക്കിടുന്ന പോലെ നിങ്ങൾ പുസ്തകങ്ങളെ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലും. സത്യത്തിൽ വായനാ ദിനം കൊണ്ട് നമ്മൾ അതാണ് അർത്ഥമാക്കുന്നത്. അതായത് വായനയെ ഒരു ശീലമാക്കുകയും ആ ശീലം പിന്നീട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഭാഗമായി മാറുകയും ചെയ്യണം. അപ്പോൾ വായന എന്താണ് ഇത്ര വലിയ കാര്യം? എനിക്കറിയാം, വിജ്ഞാനം വിരൽത്തുമ്പിലുള്ള ഒരു തലമുറയാണ് നിങ്ങൾ. ഞങ്ങൾ പഠിക്കുന്ന സമയത്തെ പോലെ അല്ല. എല്ലാം നിങ്ങൾക്ക്
മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അനുഭൂതി ഇത് വായനയ്ക്ക് മാത്രമേ പകർന്നു തരാനാവൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ബെന്യാമിൻ്റെ ആടുജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബെന്യാമിൻ്റെ ആടുജീവിതത്തിലൂടെ പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്നറിഞ്ഞു. പാസ്പോർട്ടും വിസയും ഇല്ലാതെ നമ്മൾ കടൽ കടന്നു ഇല്ലേ? ആ ദുഃഖം നമ്മൾ അറിഞ്ഞത് അതിൽ നിന്നാണ്. അതേപോലെ ചങ്ങമ്പുഴയുടെ രമണനകത്ത് രമണനോട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. എന്താ അതിന് രമണൻ പറയുന്ന മറുപടി? പാടില്ല പാടില്ല, നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. അതാണ് നമ്മുടെ സംസ്കാരം. നീ എൻ്റെ കൂടെ ഇങ്ങ് ചാടി പോരേ എന്നല്ല പറഞ്ഞത്, പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ സംസ്കാരം അവിടെ വെച്ച് വേര് പിടിക്കുകയാണ്. അങ്ങനെ ഒരു രീതിയാണ് നമ്മുടേതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ബി.ജെ. ജെയിംസിൻ്റെ ലെയ്ക്ക എന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ചെറിയ നോവലാണ്. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ലെയ്ക്കയെ നിങ്ങൾക്കറിയാമോ? ക്വിസ് പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് അറിയാനാണ് സാധ്യത. ആദ്യമായി ബഹിരാകാശത്ത് പോയ നായയാണ് ലെയ്ക്ക. നമ്മൾ വിട്ട നായയാണ് ലെയ്ക്ക. ആ ലെയ്ക്കയെക്കുറിച്ചാണ് ആ നോവൽ. ലെയ്ക്കയെ ബഹിരാകാശത്തേറ്റി വിട്ടത് റഷ്യയാണ്. അപ്പോൾ ലെയ്ക്ക വായിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് റഷ്യയിലെത്തുന്നു. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അറിയുന്നു. അവിടുത്തെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിലെത്തുന്നു. ലെയ്ക്കയോടൊപ്പം പേലോഡ് എക്സ്പെരിമെൻറ്റിൽ പങ്കാളിയാവുന്നു. ബഹിരാകാശത്തെ നിതാന്ത ശൂന്യതയിലെത്തുന്നു. ഒടുവിൽ അവളെ അവിടെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വിങ്ങുന്നു. മക്കളെ, വായന നമ്മളെ മറ്റുള്ളവരുടെ വേദനയിൽ ദുഃഖിക്കുന്ന മനസ്സിനുടമകളാക്കി മാറ്റും. എന്ന് വെച്ചാൽ നമ്മളറിയാതെ വായന നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റും. ഇതൊന്നും ബോധപൂർവം നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങളുടെ നക്ഷത്ര ശോഭയുള്ള കണ്ണുകൾ മൊബൈൽ സ്ക്രീനിൽ നോക്കി വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും എനിക്കറിയാം, എനിക്ക് കാണാം നിങ്ങളുടെ കണ്ണുകൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ആ ക്ഷീണിച്ച കണ്ണുകളിൽ ആ ശോഭ നന്നായി വരും നിങ്ങൾ ഈ വായനയിലേക്ക് കടന്നാൽ. അപ്പോൾ അതായിരിക്കണം വായന ദിനം കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യം. ആ മധുരത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. അതാണ് എനിക്ക് തരാനുള്ള സന്ദേശവും. അതിൻ്റെ മധുരത്തിലേക്ക് നിങ്ങൾ കടക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങളുടെ വിദ്യാലയം, നമ്മുടെ ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ സാർ, നിങ്ങളുടെ സംഗീത സംവിധായകനായ ഗോപി സുന്ദർ, നിങ്ങളുടെയൊക്കെ ആരാധനാപാത്രമായ ആസിഫ് അലി, ഇവർക്കെല്ലാം ജന്മം നൽകിയ മാതാവാണ് നിങ്ങളുടെ വിദ്യാലയം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ പറയുന്നുണ്ട്, ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢം ഇതുമാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ. മഹാത്മാഗാന്ധിയെ പോലെ ഒരു പുത്രനെ പ്രസവിച്ചത് ആ അമ്മയുടെ ശ്രേഷ്ഠത കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ അമ്മ ഇത്രയും പ്രഗത്ഭരായ മക്കൾക്ക് ജന്മം നൽകിയ അമ്മയാണ്. അതിൻ്റെ അനന്തര തലമുറയാണ് നിങ്ങൾ. തീർച്ചയായും നിങ്ങളിൽ നിന്നും നല്ല നല്ല മഹത് വ്യക്തിത്വങ്ങൾ ഉണ്ടായി വരേണ്ടതാണ്. അതിന് നമ്മൾ വായനയിലേക്ക് പോയേ മതിയാവൂ. കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്തേ മതിയാവൂ. അതിൻ്റെ ആ മധുരത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ഈ വായനാ ദിനത്തിനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച നിങ്ങളുടെ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് ജോർജിനും മറ്റ് അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം വായനാ ദിനം വായന ഒരു ശീലമാക്കി മാറ്റാൻ, വായനയിൽ നിന്നും അതിൻ്റെ മധുരം നുണയാൻ, മറ്റുള്ളവരെ നല്ല മനുഷ്യരാക്കി മാറ്റാൻ ഉള്ള പാതയിലേക്ക് നയിക്കാൻ എല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വായനാ ദിനത്തിൽ ശ്രീ പി.എൻ. പണിക്കർ സാറിൻ്റെ അനുസ്മരണം നടത്താനായി രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് ജോർജ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന ശ്രീ പി.എൻ. പണിക്കരുടെ സ്മരണാർത്ഥമാണ് ജൂൺ 19 കേരള സർക്കാർ വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ വിശിഷ്യ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും കാൻഫിഡിൻ്റെയും ഒക്കെ രൂപീകരണത്തിൽ
ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരൊരാളായിരുന്നു ശ്രീ പി എൻ പണിക്കർ. വായിച്ചു വളരുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. കോട്ടയം ജില്ലയിലെ കുട്ടനാടൻ ഗ്രാമഭംഗി പൂർണ്ണമായി നിലനിൽക്കുന്ന നീലമ്പേരൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1909 മാർച്ച് 1 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1995 ജൂൺ 19 അദ്ദേഹം മരിക്കുന്നത്. 1996 മുതൽ തന്നെ കേരള സർക്കാർ ജൂൺ 19 എന്ന അദ്ദേഹത്തിൻ്റെ ചരമദിനം കേരളത്തിലെമ്പാടും തന്നെ വായനാ ദിനമായി ആചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തിൽ അധ്യാപകനായി ജീവിതം ആരംഭിച്ചുവെങ്കിൽ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ വലിയൊരു കാലഘട്ടം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുക, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ പോലും ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു ഗ്രാമം ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അദ്ദേഹം വലിയ പ്രവർത്തനങ്ങൾ നടത്തി. കാൻഫിഡിൻ്റെയും മറ്റു നേതൃത്വത്തിൽ അദ്ദേഹം കേരളത്തിൽ നടത്തിയ സാക്ഷരതാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മിക്കപ്പെടുന്നതാണ്. അങ്ങനെ കേരളത്തിൻ്റെ വളർച്ചയിൽ വായനയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തെ മനസ്സിലാക്കിയ ഒരു നേതാവ് എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീ പി എൻ പണിക്കരെ എന്നും കേരള ജനത സ്മരിക്കുന്നു എന്നുള്ളതാണ് ജൂൺ 19 ഇന്നും വായനാ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്. കേരളത്തിൽ വലിയ സംഭാവനകൾ നൽകുന്നതിന് വായനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഉപരി ബൗദ്ധികമായി വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അതിൽ വായനയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് സംവിധാനവും പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നപ്പോൾ വായന കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ വായന കുറയുകയല്ല, മറിച്ച് വായനയുടെ ഒരു സ്റ്റൈൽ, ഒരു രീതി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻപ് പുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ച് വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് പുതിയ പുതിയ ടെക്നോളജിയിലൂടെ ബ്ലോഗിലൂടെയും മറ്റുമൊക്കെ വായിക്കുവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെങ്കിൽ വായന മരിക്കുന്നില്ല, വായന കുറയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. മുൻപൊക്കെ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നത് വലിയൊരു ഹോബിയായി കണക്കാക്കിയിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ അതൊക്കെ ഇന്ന് കുറെ കുറഞ്ഞു എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. എങ്കിൽ തന്നെയും വായനയിലൂടെ ലഭിക്കുന്ന അറിവ് തീർച്ചയായിട്ടും ഒരാളുടെ വ്യക്തിത്വ വികസനത്തിന്, അതുപോലെ തന്നെ സാമൂഹ്യ വികസനത്തിന്, സമൂഹത്തിന്റെ നന്മയ്ക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പി എൻ പണിക്കർ സാറിന്റെ സ്മരണാർത്ഥം ജൂൺ 19 തീർച്ചയായിട്ടും വായനാ ദിനമായി ആചരിക്കുമ്പോൾ നാം ഓരോരുത്തരും പുസ്തകങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള വലിയൊരു സന്ദേശത്തിലേക്ക് ഇത് കടന്നു പോരണം എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരു ചെറിയ പുസ്തകാസ്വാദനവുമായി എത്തുന്നു അനിത. Hello everyone. Today I am going to review the book One Indian Girl by Chetan Bhagat. First, let me introduce the author to all. Chetan, who is known as the voice of rising entrepreneur class. Most of his novels are converted into Bollywood movies which got great acceptance in Bollywood. He graduated mechanical engineering from IIT Delhi. His first novel, 5.Someone, was published in 2004, and this one was released on 1st October 2016. He writes on universal theme which includes family relationship, revenge, romance, friendship, etc. This book consists of 272 pages and is his first person narration. Now let's move to the story. The protagonist Radhika Mehta and British Gulati are going to get married. Radhika Mehta, who is a successful lady, works at Goldman Sachs, an investment bank in the distressed debt group, and British Gulati works at Facebook. Radhika Mehta, who completed her studies in India, went to New York for work where she met Debashish Sen. Debashish Sen and Radhika Mehta fall in love. They were in a relationship about 2 years and they ended up in a breakup just because of misunderstanding. Because of his memories, she left New York and went to Hong Kong where she met Neil Gupta, her partner, about 45 years old, with his wife and children. They fall in love. It also ended up in breakup because she thought that there is no future with him. After these 2 breakups, she went to London. This story takes us to different places like New York, Hong Kong, San Francisco, London, Goa, where the wedding is going to happen. Radhika's mother, Aparna, is some kind of desi type. She always insists her daughter to get married. Radhika is not so fair. She is chocolate brown colored girl, which was referred by her mother as sweetish. Just like other characters of Chetan, Radhika Mehta also hated arranged marriage.
But her mother always insists her to get married. She is about 27 years old. She couldn't bear her mother's words, so she said okay for the wedding. Gulati and Radhika Mehta had never met, just some Skype calls. That's how the wedding was arranged. Now, Radhika Mehta and Brijesh Gulati reached Goa. Both their family members had just arrived. Now, Debashish Singh from New York and Neil Gupta from Hong Kong realized their mistake and felt very sorry for leaving such a wonderful lady. So they thought that they should come Goa and marry her. So they both landed up in Goa. Now, these three fellows, Brijesh Gulati, Debashish Singh and Neil Gupta, they were waiting to marry her. Now the question is, who is going to marry her? What's gonna happen next? I'm not going to reveal this. You should find what's gonna happen next. Before concluding, let me say what I felt while reading this book. This book is for feminists. They are gonna love this book. This book, Chetan always uses simple languages, so one doesn't need to carry a dictionary while reading this book. This book is for entertaining purpose, and in a free time, one can complete this book in just 1 to 2 hours. I will say for Chetan Bhagat's lovers, this book is going to be a wonderful piece of art, and the haters is just a minimum book. So now go and read this book. Thank you. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നു. അടുത്തതായി J2 ക്ലാസ്സിലെ ക്രിസ്റ്റ ബോബിയുടെ ഒരു ഇംഗ്ലീഷ് കവിത. A warm welcome to all. I am Krista Bobby of class J2. Respected principal sir, teachers and all my dear friends. Today, as a part of National Reading Day, I am here to recite the poem O Captain, My Captain by Walt Whitman. O Captain, My Captain is an elegy written by Walt Whitman in 1865 to commemorate the death of the President Abraham Lincoln. It was first published in Sequel to Drum Taps, a collection of Whitman's poems inspired by the events of American Civil War. The poem is perhaps Whitman's most famous, which is ironic since it is far more conventional in meter, subject and form than much of Whitman's other works. Although some critics have suggested that Whitman regretted ever writing O Captain, My Captain, it undeniably captured the mood of a nation in mourning and has remained one of Whitman's best loved and most quoted poems. Whitman wrote this poem short after President Abraham Lincoln was assassinated. It is an extended metaphor intended to memorialize Lincoln's life and work. The captain represents the assassinated president, the ship represents the war-weathered nation following the Civil War, and the prize won represents the salvaged Union. The speaker, torn between relief and despair, captures America's confusion at the end of the Civil War. It was a time of many sentimental conflicts, and Whitman immortalizes this sense of uncertainty in O Captain, My Captain. And now, moving on to the poem. O Captain, my Captain, our fearful trip has done. The ship has weathered every rag. The prize we sought is won. The port is near, the bells are here. The people all exulting, while follow eyes steady keel, the vessels grim and daring. But oh heart, heart, heart to the bleeding drops of red, where on the deck my captain lies, fallen cold and dead. O Captain, my Captain, rise up and hear the bells. Rise up, for you the flag is flung. For you the bugle drills. For you the bouquets and the ribbons wreath. For you the shores are crowding. For you they call the swaying mass. Their eager faces turning. Here, Captain, my father, this arms beneath your head. He doesn't dream that on the deck you have fallen cold and dead. My captain does not answer. His lips are pale and still. My father doesn't feel my arm. He has no pulse, no will. The ship is anchored safe and sunk, its voyage closed and done.
From fearful ship, the victor ship comes on with object one. Excel no shores and rings of bells. But I, with mournful dread, walk on the deck. My captain lies, fallen cold and dead. Thank you. വായന മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നു. ഓരോ പുസ്തകങ്ങളും ഓരോ ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. പുസ്തക ലോകത്തിൻ്റെ ഒരു വിസ്മയാകരമായ ഒരു ഏടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു അന്ന യാക്കോബ്. നമസ്കാരം, എൻ്റെ പേര് അന്ന, J2 ബയോമാക്സ്. ഒരു മനുഷ്യനെ അവൻ്റെ വ്യക്തിത്വമാക്കുന്നത് വായനയാണ്. യുവ എഴുത്തുകാരൻ ജോസഫ് അന്നക്കുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചരമർ എന്ന പുസ്തകത്തിലെ ഏതാനും ഏടുകൾ. എൻ്റെ ജീവിതത്തിലും ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ വന്നവരെ, എന്നെ തൊട്ടവരെ, എന്നെ കുറെ കൂടി നല്ലൊരു മനുഷ്യൻ ആക്കാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചരന്മാർ. ഒരിക്കൽ ഞാനൊരു സെമിനാരിക്കാരനായിരുന്നു. ബ്രദർ കോട്ടങ്ങൽ എന്ന പേരെഴുതിയ പുസ്തകം എനിക്കുണ്ടായിരുന്നു. സെമിനാരിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ പേരെഴുതിയ കുർബാന പുസ്തകവും ബൈബിളും അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോന്നത്. ഇന്നത് ആരുടെ കയ്യിലായിരിക്കും? ഞാൻ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ നടന്നു വരുന്ന ശബ്ദം പുറകിൽ നിന്ന് കേട്ടത്. കുമ്പസാരിക്കാൻ വന്നതല്ലേ? എൻ്റെ തൊട്ടുപുറകിൽ വെള്ളക്കുപ്പായം ധരിച്ച് അരയിൽ വെളുത്ത കെട്ടുള്ള ചെറുപ്പക്കാരനായ അച്ഛൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതെ, നീ കുമ്പസാരിക്കാൻ ഒരുങ്ങിയിരുന്നോ? സെറ്റാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായാണ് ഇങ്ങനെ ഒരു ഭാഷയിൽ വളരെ യോയോ സ്റ്റൈലിൽ എന്നെ ഒരച്ഛൻ കുമ്പസാരത്തിന് വിളിച്ചത്. എനിക്കത് വളരെ ഇഷ്ടമായി. അങ്ങനെ ഒരുങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ചിലതൊക്കെ ഏറ്റുപറയണമെന്നൊരാഗ്രഹം ഉള്ളിൽ വന്നപ്പോൾ ഓടി വന്നതാണ് കുമ്പസാരിക്കാൻ. ഞാൻ ചെറുതായി പരങ്ങിക്കൊണ്ട് പറഞ്ഞു, ഏറ്റുപറയാനുള്ള ആഗ്രഹമാണ് നല്ല കുമ്പസാരത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരുക്കം. നിനക്ക് കുമ്പസാരക്കൂട്ടിൽ തന്നെ കുമ്പസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അച്ഛ, കുമ്പസാരം പൊതുവെ കുമ്പസാരക്കൂട്ടിലല്ലേ നടത്താറ്. നിനക്ക് മുട്ടുകുത്തി നിൽക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെയാവാം. നീ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതൊരു ന്യൂജൻ അച്ഛനാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്നാ ഇവിടെ തന്നെ ഇരിക്കാം, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാപങ്ങൾ ഏറ്റുപറയാൻ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കൈകൊണ്ട് വായുവിൽ ഒരു കുരിശ് വരച്ച് തല എനിക്ക് നേരെ ചിരിച്ച് കണ്ണുകൾ അടച്ച് കാതു കൂർപ്പിച്ച് അദ്ദേഹം ഇരുന്നു. ഞാൻ തുടങ്ങി. അച്ഛാ, ഞാൻ പറയാൻ പോകുന്നത് ഒരു പാപമാണോ എന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ എനിക്ക് കുറ്റബോധമുണ്ട്. അതൊക്കെ തിരുത്തണമെന്നൊരാഗ്രഹം തോന്നുന്നു. നീ പറയടാ, എന്താ നിന്റെ പ്രശ്നം? നമ്മുടെ പുണ്യാളൻ പ്രാഞ്ചിയേട്ടനോട് പറഞ്ഞ അതേ രീതിയിൽ അച്ഛൻ എന്നോടും ചോദിച്ചു. ഞാൻ കാര്യത്തിലേക്ക് വലിയ വളച്ചുകെട്ടില്ലാതെ കിടന്നു. അതായത് അച്ഛാ, ഞാൻ +2 പഠിച്ചിറങ്ങിയത് 92% മാർക്ക് വാങ്ങിച്ചിട്ടാണ്. നാട്ടിൽ ഒരുപാട് നല്ല കോളേജുകൾ ഉണ്ടായിട്ടും ഒത്തിരി പൈസ മുടക്കി എന്നെ ഇവിടെ പഠിപ്പിക്കാൻ വിട്ടത് ചേട്ടൻ്റെ നിർബന്ധം കാരണമാണ്. ഇവിടെ ഒന്നിനും ഒരു കുറവും ചേട്ടൻ എനിക്ക് വരുത്തിയിട്ടില്ല. എന്നിട്ടും ഞാൻ ഉഴപ്പി. ആദ്യ സെമസ്റ്ററിൽ കിട്ടിയത് വെറും 55%. വീട്ടുകാരും ചേട്ടൻ്റെ കൂട്ടുകാരും എന്നെ ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു. ബാംഗ്ലൂരിലോട്ട് വിട്ടപ്പോഴേ തോന്നി ചെക്കൻ കയ്യിന്ന് പോകുമെന്ന് എന്ന് വരെ വീട്ടുകാർ പറഞ്ഞു. ചേട്ടൻ മാത്രം ഒന്നും പറഞ്ഞില്ല. അടുത്ത തവണ ആഞ്ഞു പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങിച്ചു നീ? അച്ഛാ, ഈ അടുത്ത തവണ എന്ന് പറയുന്നത് അടുത്ത ആഴ്ചയാണ്. എൻ്റെ 2ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇത്തവണ തോൽവി വരെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. എന്നെ ഒന്ന് സഹായിക്കണം. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളോ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്തൊരു കുറ്റബോധം തോന്നി, അതുകൊണ്ട് ഓടിപ്പാഞ്ഞു വന്നതാണ്. ഈ പറഞ്ഞതൊരു പാപമാണോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ചേട്ടൻ തരുന്ന പൈസയ്ക്ക് മുഴുവൻ പെപ്സി, കോള, പിസ്സ ഒക്കെ കഴിച്ച് ഞാൻ എന്താ പറയുക, ഒരു ദൂർത്ത സഹോദരനാണിപ്പോൾ. വല്ലാത്ത സങ്കടം വച്ചോ. അച്ഛൻ ഒന്ന് മുകളിലോട്ട് നോക്കി ചെറുതായി ഒന്ന് മൂളി. എന്നിട്ട് നേരെ എൻ്റെ മുഖത്തേട്ട് നോക്കി. എന്താ നിന്റെ പേര്? ജോസഫ്. ജോസഫേ, നീ ഈ പറഞ്ഞത് പാപമൊന്നുമല്ല. പക്ഷെ പാപത്തേക്കാൾ ഗ്രാവിറ്റി കൂടിയ ഒന്നാണ് മടി. നല്ല മടിയുണ്ട് നിനക്ക്. നിനക്ക് നന്നാവണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മടിയാണ് അല്ലേ? ഏറെക്കുറെ. ജോസഫേ, ഞാനും ഒരു വിദ്യാർത്ഥിയാണ്, ഇവിടെ ക്രൈസ്റ്റിൽ തന്നെ. MA ഇംഗ്ലീഷ് പഠിക്കുന്നു. എനിക്ക് അടുത്ത ആഴ്ച ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വരി പോലും എഴുതിയിട്ടില്ല. ഈ പേപ്പർ അപ്രൂവ്ഡ് ആയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലാണ് ജോസഫേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്നോട് പറയാൻ പോകുന്ന കാര്യം എനിക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ അത് എന്നെയും സഹായിച്ചാലോ? നമ്മുടെ രണ്ടാളുടെ മുമ്പിലും ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? എടാ, ബൈബിളിൽ ഒരു കഥയില്ലേ, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. അതിൽ മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കാൻ രാവിലെ കുറേ പേർ വന്നു. അവർക്ക് പറഞ്ഞ പൈസ കൊടുക്കാം എന്ന് തോട്ടക്കാരൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് പേർ വന്നു. അവർക്കും ചോദിച്ച കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. പണി കൊടുത്തു. അവസാന മണിക്കൂറിൽ പോലും 2-3 പേർ മുന്തിരിത്തോട്ടത്തിൽ പണി അന്വേഷിച്ച് ചെന്നിരുന്നു. അവർക്കും ആ തോട്ടക്കാരൻ ജോലി കൊടുത്തു.
അവസാനം തോട്ടക്കാരൻ പണിയെടുത്തവർക്ക് കൂലി കൊടുത്തപ്പോൾ ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി കൊടുത്തു. അപ്പോൾ ആദ്യം വന്നവൻ പിറുപിറുത്തു, മുതലാളി, ആദ്യം വന്നവരാണ് ഞങ്ങൾ, പകലിന്റെ വെയിലും കഷ്ടപ്പാടും അനുഭവിച്ചവർ. ഈ അവസാനം വന്നവരെയും ഞങ്ങളെയും നീ തുല്യരാക്കിയല്ലോ. അപ്പോൾ തോട്ടക്കാരൻ അയാളോട് എന്താ പറഞ്ഞേ? ജോസഫേ പറഞ്ഞേ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ നിനക്ക് കൂലി തന്നില്ലേ? അവസാനം വന്നവന് എത്ര കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതിന് നീ ബഹളം വെച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞേ? അത് തന്നെ. എടാ, ഇതേ കഥ നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അവസാനം വരെ വന്ന പണിക്കാരാണ് വേല ചെയ്യാൻ. നമ്മുടെ കയ്യിൽ ഇനി ഒരാഴ്ചയുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ആഞ്ഞു പഠിച്ചാലോ? മനസ്സാക്ഷിയുള്ള നല്ല തോട്ടക്കാരനാണ് ദൈവം. നമുക്കും ചോദിക്കുന്ന കൂലി കിട്ടുമായിരിക്കും. 5 അപ്പം കൊണ്ട് 5000 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത മനുഷ്യനല്ലേടോ. നമ്മുടെ കയ്യിലുള്ള ഈ ഒരാഴ്ച ആത്മാർത്ഥമായി പഠിച്ച് പുള്ളിക്ക് കൊടുക്കാം. ചിലപ്പോൾ 5000ന്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും കാണിച്ചാലോ? അച്ഛാ, കേട്ടിട്ട് ഇതൊക്കെയുണ്ട്, ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടാളും ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ ആദ്യത്തെ തീരുമാനം കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടില്ല എന്നതും, രണ്ടാമത്തേത് ഈ ഒരാഴ്ച പറ്റാവുന്ന അത്രയും നന്നായി പഠിക്കും എന്നതുമാണ്. അച്ഛൻ അത് പറഞ്ഞതും നിരാശ കൊണ്ട് ഇരുൾ മൂടിയ എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ മെഴുകുതിരി കത്താൻ തുടങ്ങിയിരുന്നു. പിന്നെ നീ ഈ കോള കുടിക്കണ നേരം കൊണ്ട് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക, കണ്ണിന് ബെസ്റ്റാണ്. നിനക്ക് ദൂരത്തെ എന്നൊരു കുറ്റബോധവും ഉണ്ടാകില്ല. മാത്രമല്ല ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ പാപപരിഹാരമായി എന്താണ് ചെയ്യേണ്ടത്? ഒരാഴ്ച കുത്തിയിരുന്ന് പഠിക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക. ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ആദ്യമായാണ് ഒരു കുമ്പസാര സമയത്ത് ഞാൻ ചിരിച്ചുപോയത്. അന്ന് വരെ ഞാൻ ഇതുപോലൊരു കുമ്പസാരം നടത്തിയിട്ടുമില്ല. ഇത്രയും പ്രാക്ടിക്കലായി ഒരു പാപപരിഹാരവും കേട്ടിട്ടുമില്ല. എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അച്ഛൻ അനുഗ്രഹിച്ചു വിട്ടു. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ +2 ശേഷം ഉറങ്ങിപ്പോയ പഠിപ്പിസ്റ്റ് ഉണർന്നു കഴിഞ്ഞിരുന്നു. എന്തൊക്കെയോ ചെയ്തു തുടങ്ങാനുള്ള ആവേശം ഉള്ളിൽ കത്തുന്നുണ്ടായിരുന്നു. ഒരാഴ്ച കുത്തിയിരുന്ന് പഠിച്ചു. പരീക്ഷയൊക്കെ പതിവിൽ നന്നായി എഴുതി. 3ാം സെമസ്റ്റർ പകുതിയായപ്പോൾ കഴിഞ്ഞ സെമസ്റ്റർ റിസൾട്ട് വന്നു. 480 മാർക്ക് കിട്ടി. അതായത് ഡിസ്റ്റിങ്ഷൻ അടിച്ചിരിക്കുന്നു. ഞാൻ റിസൾട്ട് കാര്യം ആദ്യം വിളിച്ചു പറഞ്ഞത് ചേട്ടനോടാണ്. അഭിമാനവും ആകാംക്ഷയും 70-30 അനുപാതത്തിൽ മിക്സ് ചെയ്ത ഒരു വിളിയായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ലേടാ നീ തകർക്കുമെന്ന്. ഇന്ന് രാത്രി നമ്മൾ പൊളിക്കും. 90-10 അനുപാതത്തിൽ അഭിമാനവും സന്തോഷവും മിക്സ് ചെയ്ത് ചേട്ടൻ പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അമ്മയും അപ്പനും ഏറെ സന്തോഷിച്ചു. ധൂർത്തപുത്രന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചതുപോലെ അവരും എന്നോടൊപ്പം സന്തോഷിച്ചു. നന്ദി. അടുത്തതായി സമകാലിക സാമൂഹിക പ്രശ്നങ്ങളെ ഭാവാത്മകമായി അവതരിപ്പിച്ച ഒരു കവിതയുമായി എത്തുന്നു അനന്യ ലിസ് ജിമ്മി. നമസ്കാരം. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ സൂര്യകാന്തി നോവ് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഏതാനും ചില വരികളാണ് ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്നത്. പാതിപ്പിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദലവും പൊഴിഞ്ഞു പോയി. സൂര്യകാന്തി പൂവ് ഞാൻ ഇന്നും എൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേയായി പേടിപ്പെടുത്തുന്ന മൂളലായി ഇന്നും ആമ്പേ വിഷത്തുമ്പികൾ പാടിടുന്നു. കരിന്തേലുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ. കനിവുള്ള കർക്കിട കരിമഴയ്ക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ. പെണ്ണു പിഴച്ചതാണില്ലവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം. പന്നിയെപ്പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു. ശർദിൽ മണക്കും പ്രഭാത സദ്യ. ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പെയ്യാടുന്ന സന്ധ്യകൾ. ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പെയ്യാടുന്ന സന്ധ്യകൾ. കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ. പറയുന്ന പരിഹാസലഹരികൾക്കൊപ്പമാം പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ. ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ. ഇതിൽ മുറിവുള്ള ഹൃദയങ്ങൾ ആരു കണ്ടു?
ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ, ഇതിൽ മുറിവുള്ള ഹൃദയങ്ങൾ ആരു കണ്ടു? പെണ്ണിന്നു ഹൃദയമില്ല, മനസ്സില്ല, മനസ്സിന്റെ ഉള്ളിൽ കിനാക്കളിൽ ഒന്നുമില്ല. ഉള്ളതോ ഉന്തി നിൽക്കും മാംസഭംഗികൾ, ഉന്മാദ നിമ്നോന്നതങ്ങൾ തൻ കാന്തികൾ. അമ്മയില്ല, പെങ്ങളില്ല, പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ. അമ്മയില്ല, പെങ്ങളില്ല, പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ. ഉള്ളതോ കുത്തിക്കടിച്ചു കീറാനുള്ള പച്ചമാംസത്തുണി കെട്ടുകൾ, ചന്തകൾ. പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ, പാത്രങ്ങളാകെ വിളമ്പുന്നു ഛർദിൽ മണക്കും പ്രഭാത സദ്യ. ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും, ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും. അന്ധമാകാതെ അറം വന്നു പോകട്ടെ അന്ധകാമാന്തരി കശ്മലന്മാർ. ഇത് വെറും നിശ്ചയ പെണ്ണിന്റെ ശാപമാണ്. ഇതു ഫലിക്കാനായി ഈ പാട്ടു കെട്ടുന്നു ഞാൻ. ഇതു ഫലിക്കാനായി ഈ പാട്ടു കെട്ടുന്നു ഞാൻ. നന്ദി. നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ ഒരു ഗ്രന്ഥാവരണമാണ് അടുത്തതായി. ജേത്രിയിലെ ശിവജിയാണ് നമുക്കായി ഗ്രന്ഥാവരണം നടത്തുന്നത്. शिवजा है मानवी के विषय में पढ़ती हूँ. आज मैं पुस्तक का जोक समीक्षा के बारे में कुछ बात बताने को, इसलिए कारूर नीलकंठ पिल्ला इस पुस्तक भाग में वाचन करती हूँ. अंगूर. उनका यह विश्वासघाती अंगली की उठती पहनकर इस हाथ में चेहरा से पानी हलती वह एक शरीर के लिए कुछ बात अच्छी है. इसको कारण उनका भेड़ा ने उनका यह अंगूर बनकर दिया है. कुन्नमावन की मृत्यु के समय यहाँ कुन्ननामा का थी. वह कभी कभी यहाँ आती थी. वे दो भारे अंधी के लिए दो होकर भी उसका और एक शांति करने को सोचा. कुन्ननामा इतना देख नहीं दे तो मैं उनका पर मुझ होकर उसने शांति दी. कुन्ननामा इस मृत्यु के 74 जन्मदिन में हुए थी. उनका मृत्यु आसानी के हुआ. मारन के समय उनका बच्चे की पति सब उनको पास में थी. वह उनको जन्मदिन के लिए यहाँ आई थी. वह 64 साल एक मालिनी की जीती है. 3 साल के बाद उनका पैर उसका कारण घर में वह कर नहीं दी और होकर घर में हाईकर बैठकर भी परिवार के लिए कुछ हाथ करता था. वह यह घर में देख देख करती थी. करके रहता समय उनका आवाज़ सुनाती से चुप हो जानते हमेशा कि हमेशा कुछ करता रहा था. धन्यवाद. ആധുനിക കവിതകൾക്ക് ശേഷം മലയാള കവിതകളെ ജനപ്രിയമാക്കുന്നതിൽ മഹത്തായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് വി മധുസൂദനൻ നായർ. അടുത്തതായി J1 ക്ലാസ്സിലെ ദേവനന്ദ TS അവതരിപ്പിക്കുന്ന ഒരു കവിത. നമസ്കാരം. കവി ശ്രീ മധുസൂദനൻ നായർ എഴുതിയ അഗസ്ത്യ ഹൃദയം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിനു മുൻപേ കനൽ കാടു താണ്ടാം, നോവിന്റെ ശൂലമുനമുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം.
ചിഴ നീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയൊളി തുടിക്കുന്ന കരളരിഞ്ഞും ചിലയുമമ്പും നീട്ടിരതിരഞ്ഞും ബാണ്ഡമൊളി വാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മലകയറുമീ നമ്മളൊരു വേള ഒരു കാലമേയുള്ളു മുകളിലെത്താൻ. ഇപ്പോൾ ഈ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. ഇപ്പോൾ ഈ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശില നീ അമർത്തിച്ച വിട്ടു. ജീവന്റെ തീമഴുവെരിഞ്ഞു ഞാൻ നീട്ടും ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിന് മുൻപേ കനൽ കാടു താണ്ടാം. നന്ദി. ഓരോ പുസ്തകവും അറിവിൻ്റെ പുത്തൻ വാതായനങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നിടുന്നു. ഈ വായനാ ദിനത്തിൽ നമ്മുടെ സുഹൃത്തായ സോണിയ ബാബുവിൻ്റെ ഒരു പുസ്തക പരിചയപ്പെടുത്തലിലേക്ക് കടന്നു ചെന്നാലോ? നമസ്കാരം, ഞാൻ സോണിയ സാബു. G2 സയൻസിലാണ് പഠിക്കുന്നത്. ശ്രീ P.N. പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഞാൻ മലയാളക്കരയിലെ പ്രശസ്തനായ നോവലിസ്റ്റ്, കാർട്ടൂണിസ്റ്റ്, കഥാകാരനായ O.V. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ നോവലുകളും പുറത്തു വരുന്നു. എല്ലാ നോവലുകളിലും കഥകളുണ്ട്. പക്ഷെ എല്ലാ നോവലുകളും ഇതിഹാസമായി മാറുന്നില്ല. കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ട ക്ലാസിക്കുകളായി മാറിയ ഒരു നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. കൂമൻകാവിൽ ബസ് ചെന്നു നിന്നപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയതേയില്ല എന്ന് തുടങ്ങി ബസ് ഇറങ്ങുന്ന രവി ഒടുവിൽ ബസ് വരാനായി കാത്തുകിടക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. കൂമൻകാവിലെത്തിയ രവി എന്ന ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനെയാണ് O.V. വിജയൻ ഇവിടെ മുഖ്യ കഥാപാത്രമായി അവതരിപ്പിക്കുന്നത്. പാലക്കാട്ടെ ഗ്രാമ്യഭാഷ ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ശിവരാമൻ നായരുടെ ഞാറ്റുപുരയിൽ തുടങ്ങിയ ഏകാധ്യാപക വിദ്യാലയത്തിൽ കൊഞ്ഞനായ അപ്പുക്കിളി മുതൽ കുറെ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്നു. ഖസാക്കിലെ അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്നത് അവിടുത്തെ മദ്രസയായിരുന്നു. അവിടുത്തെ മദ്രസയുടെ അധിപനായ അള്ളാപ്പിച്ച മൊല്ലാക്ക പറഞ്ഞുകൊടുക്കുന്ന കഥയായിരുന്നു ഖസാക്കിന്റെ കഥ. ഖസാക്കിന്റെ ഇതിഹാസം അതാണെന്ന് പറഞ്ഞ് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഖസാക്കിന്റെ കഥ തിരുത്താനാണ് അവിടെ വിദ്യാലയം ആരംഭിക്കുന്നത്. ഒരു വിദ്യാലയം ആരംഭിക്കുമ്പോൾ അവിടെ വിളക്ക് കൊളുത്തി വെളിച്ചം പകരാനായി വരുന്ന അധ്യാപകനായ രവിക്ക് കുറെയേറെ എതിർപ്പുകൾ അനുഭവിക്കേണ്ടി വരും. അള്ളാപ്പിച്ച മൊല്ലാക്കയാകട്ടെ ഇന്ത സ്കൂളിൽ കാഫിറുകളുടെ പഠിപ്പാണ് എന്ന് അവിടുത്തെ വലിയ ഷെയ്ഖിനെ പിടിച്ച് ആണയിട്ടു. ഈ കാഫിറുകളുടെ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടരുതെന്ന് അള്ളാപ്പിച്ച മൊല്ലാക്ക. ഒടുവിൽ സ്കൂളിൽ ഒരു വെപ്പുകാരന്റെ ജോലി തരപ്പെട്ടപ്പോൾ അതെനിക്ക് തായോ എന്ന് പറയുന്ന രസകരമായ അനുഭവങ്ങളും ഇതിലുണ്ട്. തലയിൽ തട്ടമിട്ട് നടക്കുന്ന ഖസാക്കിലെ സുന്ദരി മൈമൂന, അതുപോലെ നൈസാമലി. ഒടുവിൽ മൈമൂന ഒരു 50കാരന്റെ വധുവായി പോകേണ്ടി വരുന്ന സാഹചര്യം. നൈസാമലി ആകട്ടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്യുന്നു. പീഡിത്തൊഴിലാളികൾക്കായി ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ ആ സംഘടന മതധ്വംസനമാണെന്ന് വരുത്തി തീർക്കുന്ന കുറെ പേർ. പുരോഗമനപരമായി ഉണ്ടായ ആശയങ്ങളൊക്കെ നോവലിസ്റ്റ് ഇവിടെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ എതിർപ്പുകൾക്കെല്ലാം ഇടയിൽ സ്കൂൾ പുരോഗമിച്ചു വരുമ്പോൾ സ്കൂളിൽ കുഞ്ഞാമിനക്കുരുവിയും അബ്ദുൾ മുത്തലവും ഒരേ ഹാജർ പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ സ്കൂളിലെ ഒരുപാട് അനുഭവങ്ങൾ കൃത്യമായ ഭാഷയിലാണ് O.V. വിജയൻ ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ എല്ലാ മതവിശ്വാസങ്ങളും, ഹൈന്ദവ വിശ്വാസമായിക്കോട്ടെ ഇസ്ലാമിക വിശ്വാസമായിക്കോട്ടെ, അവിടെ പ്രചാരത്തിലിറങ്ങുന്ന ചില അസംബന്ധങ്ങളും ഇപ്പോൾ ഇസ്ലാമിലാണെങ്കിൽ ജിന്നും ശൈത്താനും, ജിന്നിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ പണം ഉണ്ടാക്കാനേ ഇറങ്ങുന്നതും നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. ഇവിടെയെല്ലാം യഥാർത്ഥത്തിൽ രവിയുടെ ചരിത്രം. രവി ആസ്ട്രോഫിസിക്സ് ആണ് പഠിച്ചത്. സ്കൂൾ പരിശോധിക്കാൻ എത്തുന്ന ഇൻസ്പെക്ടറോടാണ്
രവി ഈ കാര്യം പറയുന്നത്. അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഗോപാല പണിക്കർ, കുട്ടപ്പൻ മേസരി, കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. ഓരോ കഥാപാത്രത്തിനും മിഴിവുണ്ട്, ചൈതന്യമുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ മരണമാണ് ഏറ്റവും സങ്കടകരമായി OV വിജയൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുറച്ചു നാളത്തെ അധിവാസത്തിന് ശേഷം രവി നാടുവിടുന്നു. രവി ബസ് കാത്തു നിൽക്കുന്നു എന്നതോടുകൂടി അവിടെ വായന അവസാനിക്കുന്നു. വായന മാത്രമാണ് അവസാനിക്കുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം എന്നും ഇതിഹാസമായി നമ്മെ പിന്തുടരുന്നു. OV വിജയൻ എന്ന മഹാനായ എഴുത്തുകാരൻ ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷേ ഖസാക്കിന്റെ ഇതിഹാസം ഇന്നും വായിക്കാത്തവർക്ക് അത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. നന്ദി. അടുത്തതായി വിശ്വസാഹിത്യകാരനായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു രസകരമായ കവിത ആസ്വദിക്കാം. കവിത നമുക്കായി ആലപിക്കുന്നത് ഗ്രീഷ്മ രാജീവ്. The Road Not Taken by Robert Frost. Two roads diverged in a yellow wood, and sorry I could not travel both. And be one traveller, long I stood, and looked down one as far as I could, to where it bent in the undergrowth. Then took the other just as fair, and perhaps having the better claim, because it was grassy and wandered where, though as who that the passing there had drawn them really about the same. Both the morning equally lay in leaves, no step but trodden black. Oh, I kept the first for another day, yet knowing how way leads on to way, and I doubted if I should ever come back. I shall be telling this with a sigh, somewhere ages and ages hence. Two roads diverged in a wood, and I took the one less travelled by, and that has made all the difference. Thank you. പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ RK നാരായൺ എഴുതിയ അതിമനോഹരമായ ഒരു രചനയാണ് മാൽഗുഡി ഡേയ്സ്. ഇത് വിശദമായി അവതരിപ്പിക്കുവാൻ നമ്മുടെ മുന്നിലെത്തുന്നു അൽഫിയ. Good morning everyone. Today I would like to speak about Sahitya Academy winner Sir R.K. Narayan's novel Malgudi Days. Malgudi Days is the book of 32 short, funny and witty stories. It took place in a fictional town named Malgudi. It is located on the bank of Sarayu. Malgudi Days displays the lives of people who lived in Malgudi. It shares the lives of everyone from an entrepreneur to a beggar. Thus, the heart and soul of this village is on display. We can find that most of the people who lived in this village is haunted by illiteracy and unemployment. Yet, ubiquity of poor people came across with humorous and good-natured episodes of their life. Among this story, the readers can meet an astrologer, a gatekeeper, and also a young man who yearned for pass the examination. Other than the human, we can also find animals. We always say that dog is the best friend of a man. Like that, here a forlorn dog who is a best friend of a blind man. And also the story of a ferocious tiger. While reading, we will think that, or we will feel that we are the characters in the story. And this is the secret behind the success of this immensely popular book. Each story describes the relationship between members in a family, various social taboos prevailing in mid-90s. Each story deals with the simple men and simple issues of their issues that they are faced on in their real life. The story instantly established the connection between readers and the character. Most of the stories are humorous, while others which will shake our soul so witty that you might cry. The ending of every story is so special, and the author never reveals what happened at the end. It will lead to our imagination. We will think that our mind is haunted by think what would happen next. So let me conclude by telling that this book is a beautiful piece of literature, and the characters in this story is we feel that it is the people around us or we ourselves is the character.
The true culture and the essence of India is displayed in character, in the story by character, then what objects, then locations, etc. Out of all these stories, I like most The Engine Trouble. If anyone want to improve their reading habit and or to read some special, you can read this book Malgudi Days. So thank you. മലയാള ഭാഷയുടെ കവിതാശാഖ ഏറെ സമ്പുഷ്ടമാണ്. J1 ക്ലാസ്സിലെ മീവൽ ജെ എന്നശ്ശേരിയുടെ ഒരു മനോഹരമായ കവിത നമുക്ക് ആസ്വദിക്കാം. നമസ്കാരം. മലയാളത്തിന് നല്ല കവിതകൾ സമ്മാനിച്ച ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത്. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജല